അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഇപ്പോഴത്തെ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് 3 പദ്ധതികൾ ഇപ്പോൾ ഇടനിലക്കാർ വഴി അമേരിക്കക്ക് ഇറാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ കാര്യം അമേരിക്ക ഇപ്പോൾ പഠിച്ചു വരികയാണ്. ഈ കാര്യങ്ങൾ അമേരിക്ക അംഗീകരിക്കുകയാണെങ്കിൽ ഒരു സമാധാനപരമായ മിഡിൽ ഈസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഘട്ടം, ഇറാൻ 3 ഘട്ടങ്ങളായിട്ടാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ശത്രുത പൂർണ്ണമായും അവസാനിപ്പിക്കുക, ഇറാനെതിരെയും അതുപോലെ ലെബനാനെതിരെയുമായ ആക്രമണം പൂർണ്ണമായും അവസാനിപ്പിക്കൂ എന്ന അന്താരാഷ്ട്ര ഉറപ്പ് നൽകണമെന്നാണ് ഇറാൻ ഇപ്പോൾ നിർദ്ദേശിക്കുന്ന കാര്യം. ഈ ഘട്ടത്തിന്റെ ഭാഗമായി കൂടുതൽ സങ്കീർണപരമായ രാഷ്ട്രീയ സാങ്കേതിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് മേഖലയിലെ മാനുഷികവും സൈനികവുമായ സാഹചര്യം സ്ഥിരപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങളാണ്, വെടിനിർത്തലാണ് ഉണ്ടാകേണ്ടത്. എന്ന് പറഞ്ഞാൽ ആദ്യഘട്ട ചർച്ച വിജയിക്കുകയാണെങ്കിൽ ഒരു നല്ല അന്തരീക്ഷം ഉണ്ടായിരിക്കണം. മിഡിൽ ഈസ്റ്റിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം രാഷ്ട്രീയപരമായും സൈനികപരമായും ഉണ്ടായിരിക്കണമെന്നാണ് ഇറാൻ ആദ്യമായി മുന്നോട്ട് വെക്കുന്ന കാര്യം. രണ്ടാമത്തെ ഘട്ടത്തിൽ ഷിപ്പിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാമ്പത്തികമായി ഇറാനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഉപരോധങ്ങൾ ഇതെല്ലാം പിൻവലിക്കുന്നതാണ് രണ്ടാമത്തെ ഘട്ടം. അവിടെയാണ് ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത്, അവിടെയുള്ള മൈനുകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. മാത്രമല്ല, ഇറാന് അവിടെ സുരക്ഷിതമായ ഒരു സാഹചര്യം ഒരുക്കുന്നതിന് ടോൾ പിരിക്കാനുള്ള അവകാശം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചർച്ച വരുന്നത് രണ്ടാമത്തെ ഘട്ടത്തിലായിരിക്കും. എന്നാൽ ഈ രണ്ടാമത്തെ ഘട്ടം വിജയിച്ചാൽ മാത്രമേ മൂന്നാമത്തെ ഘട്ടം ചർച്ചയിലേക്ക് കടക്കൂ എന്നതാണ് ഇറാൻ പറയുന്നത്. മൂന്നാമത്തെ ഘട്ടത്തിലാണ് ആണവോർജവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെല്ലാം നിലനിൽക്കേണ്ടത്. അവിടെയാണ് എത്ര ശതമാനം യുറേനിയം സമ്പുഷ്ടീകരിക്കാം, അതല്ല ആണവ റിയാക്ടറുകൾ അടച്ചുപൂട്ടേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ടത് മൂന്നാമത്തെ ഘട്ടത്തിലാണ് എന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ അടിസ്ഥാനപരമായ ആവശ്യം അതിനെ ഇറാൻ പുറത്ത് നിർത്തിയിരിക്കുകയാണ്. ആദ്യത്തെ ചർച്ചകളിലൊന്നും ഈ വിഷയമേ വരുന്നില്ല. എന്നാൽ ഇറാന്റെ ഈ ഒരു പദ്ധതി ചർച്ച ചെയ്യുന്നതിനായിരിക്കും വളരെ ബുദ്ധിപരമായി ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നത് ചർച്ച ചെയ്യാനായിരിക്കും ഇന്ന് ട്രംപ് അടച്ചിട്ട റൂമിൽ പ്രധാനപ്പെട്ട ആളുകളുമായി ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ ചർച്ചകളൊന്നും പുറത്തു പോകാതിരിക്കാൻ അതീവ രഹസ്യമായിട്ടാണ് ഇത് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ചയിലെ വിശദാംശങ്ങൾ പൂർണ്ണമായും പുറത്തു വരികയില്ല. ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ പതിവ് പോലെ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ സമാധാനം ആര് സ്ഥാപിക്കണം എന്ന കാര്യം അത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൈകളിലേക്ക്, ആ പോസ്റ്റിലേക്കാണ് ഇറാൻ ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. അമേരിക്ക ഇനി ഡൊണാൾഡ് ട്രംപാണ് എന്ത് വേണം എന്ന് തീരുമാനിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ സമാധാനത്തിന് എതിരായി ഇറാൻ ഒന്നും ചെയ്യുന്നില്ല. ലോകത്തെ ഊർജ പ്രതിസന്ധിക്ക് കാരണം ഇറാനല്ല, ഈ കാര്യം ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അതേസമയം ഞങ്ങൾക്കെതിരെയുള്ള ഉപരോധം, ആക്രമണ ഭീഷണി ഇതെല്ലാം അവസാനിപ്പിക്കണം. ഇതിലൂടെ ഇറാൻ നേടിയെടുക്കുന്നത് ദീർഘകാലത്തേക്ക് അല്ലെങ്കിൽ ഇനി അന്താരാഷ്ട്ര ഉറപ്പോടുകൂടെ യുദ്ധമുണ്ടാവുകയില്ല, ലെബനാനെതിരെയും ഇറാനെതിരെയും യുദ്ധമുണ്ടാവുകയില്ല എന്ന വ്യക്തമായൊരു കരാറിലേക്കാണ് ഇസ്രയേലിനെയും അമേരിക്കയും കൊണ്ടെത്തിക്കുന്നത്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ്, പ്രഹരം ഏൽക്കുന്ന കാര്യമാണ് എന്നതിൽ സംശയമില്ല. കാരണം ലെബനാനിലെ ഹിസ്ബുള്ളക്ക് അതിശക്തമായി വളരാനുള്ള സാഹചര്യം ഒരുക്കുക എന്ന് തന്നെയാണ് ഇറാൻ മുന്നോട്ട് വെച്ച ഈ പദ്ധതിയിൽ ഉള്ളത്. ഈ കാലയളവ് മുന്നോട്ട് പോയാൽ തന്നെ ലെബനാനിലെ ഹിസ്ബുള്ള അതിശക്തമായിരിക്കും, ഇറാന്റെ IRGCയും അതിശക്തമാകും. കാരണം ഉപരോധങ്ങളെല്ലാം ഒഴിവായി സമാധാനപരമായി യുദ്ധം ഉണ്ടാവുകയില്ല എന്ന കൃത്യമായ അന്താരാഷ്ട്ര ഉറപ്പോടുകൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഇത് മാത്രമാണ് സമാധാനം പുനഃസ്ഥാപിക്കാൻ ഞങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങൾ എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്നാൽ മാന്യമായതും അതേസമയത്ത് ഇറാൻ പൂർണ്ണമായും ആധിപത്യം അല്ലെങ്കിൽ വിജയം ഉറപ്പാക്കുന്ന രീതിയിലുള്ള പദ്ധതികളാണ് അമേരിക്കക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. ഈ ഒരു പദ്ധതികളെ എങ്ങനെയായിരിക്കും അമേരിക്ക കൈകാര്യം ചെയ്യുക എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഇന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ന്യൂക്ലിയർ എനർജിയുമായി ബന്ധപ്പെട്ട ചർച്ചയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ചർച്ച എന്നാണ്. അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. ഇറാൻ എപ്പോഴെങ്കിലും ആണവായുധം ഉണ്ടാക്കിയാൽ അത് ഇസ്രയേലിന്റെ ഉറക്കം കെടുത്തുന്ന കാര്യമാണ്, ഇസ്രയേലിന്റെ അന്ത്യമാണ് എന്ന് അമേരിക്കക്ക് അറിയാം, ഡൊണാൾഡ് ട്രംപിന് അറിയാം.
അതുകൊണ്ട് മറ്റുള്ള എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും അവരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാന്റെ ആണവായുധം തന്നെയാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ആണവായുധം തന്നെയാണ് ഒരു രാഷ്ട്രത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് ഇത് വിളിച്ചറിയിക്കുന്നത്. ഉത്തര കൊറിയയുടെ നേതാവിന്റെ തീരുമാനങ്ങൾ, നയങ്ങൾ ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ഇറാനെതിരെയുള്ള അതിക്രമം അവസാനിപ്പിക്കാൻ അവർ ആണവായുധം ഉണ്ടാക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു തീർക്കുക എന്നതാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഇവിടെ ഇറാൻ ആണവ കാര്യവുമായി ചർച്ചയില്ല, അതേസമയം യുദ്ധമില്ലാത്ത ഒരു കരാറിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുന്നു. കാരണം സാധാരണഗതിയിൽ ആണവായുധമില്ലെന്ന് ഉറപ്പു വന്നാൽ പിന്നീട് യുദ്ധം ചെയ്യുന്ന രീതിയാണ് അമേരിക്ക തുടർന്നു പോരാറുള്ളത്. ലിബിയയിലാണെങ്കിലും അതുപോലെ ഇറാഖിലാണെങ്കിലും അവിടെയൊക്കെ ആണവായുധം ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അമേരിക്ക ആ രാഷ്ട്രങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ അഴിച്ചുവിട്ടത്, മുഅമ്മർ ഖദ്ദാഫിയെ കൊന്നുകളഞ്ഞത്, സദ്ദാമിനെ വധിച്ചു കളഞ്ഞത്. ഇതെല്ലാം ആണവായുധം ഉണ്ടോ എന്ന സംശയം നിലനിൽക്കുന്ന ഘട്ടത്തിൽ അത്തരം ഒരു ചെയ്തിക്ക് അവർ മുതിർന്നിരുന്നില്ല. കാരണം അത് ആത്മഹത്യാപരമാണ്. കാരണം ഒരു രാഷ്ട്രത്തിന്റെ അവസാനം അല്ലെങ്കിൽ അതിന്റെ പതനത്തിന്റെ വക്കിലെത്തുമ്പോൾ ആണവായുധം ഉപയോഗിക്കാൻ തയ്യാറായാൽ അത് വലിയ ദുരന്തം അമേരിക്കക്കോ ഇസ്രയേലിനോ ഉണ്ടാക്കി വെക്കും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അത്തരം നീക്കങ്ങളാണ് അമേരിക്ക സാധാരണ നടത്തി വരാറുള്ളത്. അതിനെയെല്ലാം പ്രതിരോധിക്കുന്ന ഉപാധികളാണ് അമേരിക്കയ്ക്ക് മുന്നിൽ ഇറാൻ അവതരിപ്പിച്ചിരിക്കുന്നത്.